അങ്ങനെ 28 ദിവസം ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി കേട്ടോ. ഇന്ന് ചാച്ചന്റെ വെക്കേഷൻ തീർന്ന ദിവസമാണ്. ഇന്ന് നൈറ്റ് ചാച്ചൻ തിരിച്ച് പോവാണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നത് കൊണ്ട് വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇത്തവണ എന്തായാലും വലിയ വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഒന്നിച്ചുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ജീവിതമൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലൈഫിൽ എന്ത് സാഹചര്യം വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും രണ്ടുപേരും ഒന്നിച്ച് ഒരിടത്ത് നിന്ന് ജീവിക്കണം, എന്തൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് ഒന്നിച്ചുണ്ടാവണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അബ്രോഡ് പോവാൻ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ശ്രമിച്ചിരുന്നതെങ്കിലും ഞങ്ങളുടെ ഡോക്യുമെന്റേഷൻ ഒക്കെ കുറച്ച് ഡിലേ ആയതുകൊണ്ട് പെട്ടെന്നാണ് സംഗതി എല്ലാം മാറി മറിഞ്ഞത് കേട്ടോ. റൂൾസ് ഒക്കെ കുറച്ച് സീൻ ആയതോടെ ചാച്ചൻ ഒറ്റയ്ക്കാണ് കയറി പോകാൻ പറ്റിയത് കേട്ടോ. ചാച്ചൻ പോയ സമയത്ത് എനിക്ക് ഭയങ്കര പ്രതീക്ഷകളും സന്തോഷവും ഒക്കെ ആയിരുന്നെങ്കിലും ലൈഫിൽ അത്രയും എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവായിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള്, എല്ലാ കുടുത്തക്കേട്ടിനും ഇങ്ങനെ കൂട്ടിലുണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് കൂട്ടത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല കേട്ടോ. എനിക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അത്രയധികം ഒരു കൂട്ട് ജീവിതത്തിൽ ആഗ്രഹിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചത്. എന്നാലും ഒരു ഹലോയ്ക്കപ്പുറത്ത് എല്ലാത്തിനും കൂട്ടിലുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഡേ കുറച്ച് ശോകം മുഖമൊക്കെയാണ്. ഞങ്ങൾ ചാച്ചനെ കൊണ്ടുപോകാനായിട്ടുള്ള ചെറിയ ചെറിയ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കടകളിലൊക്കെ കയറി കുറച്ച് പലഹാരം മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ചാച്ചൻ അങ്ങനെ നാടൻ ഭക്ഷണത്തോട് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ച് കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കും നാട്ടിൽ വരുമ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി തരണം കേട്ടോ എന്നിങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ കട്ട്ലേറ്റ് കഴിക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കണം എന്നൊരു കൊതി ഉണ്ടായിരുന്നു. അതിങ്ങനെ ലാസ്റ്റ് ഡേ ആണ് ഉണ്ടാക്കാനുള്ള ഒരു സമയം കിട്ടിയത് കേട്ടോ. അപ്പോൾ കൂട്ടൊക്കെ മുമ്പേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് പലഹാരമായിട്ട് കട്ട്ലേറ്റ് ആണ്. ഇതെന്നെ കളിയാക്കുന്നതാണ് കേട്ടോ. എനിക്ക് റൂമൊക്കെ ചെറുതായിട്ടൊരു മേക്ക് ഓവർ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പുറത്തെ റൂമിലിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് സുഖം ഇവിടെ ഈ റൂമിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ റൂമിൽ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. വെയിൽ കൊണ്ട് നല്ലോണം ടാൻ ആയിട്ടുണ്ടായിരുന്നേ, ഫേസിലും ബോഡിയിലും എല്ലാം. അപ്പോൾ ഫേസ് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫേസിൽ ഞാൻ ചെറുതായിട്ടൊരു പാക്കൊക്കെ അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ വൈകിട്ട് കഴിക്കാൻ കപ്പയും മീൻകറിയും മതി എന്ന് പറഞ്ഞായിരുന്നു. മീൻകറി ആണെങ്കിൽ തലേന്നത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പച്ചയും അമ്മച്ചിയും കപ്പ പറിച്ച് ഷടപടയെന്ന് റെഡിയാക്കിയതാണ് കേട്ടോ കപ്പപ്പുഴുക്ക്. അങ്ങനെ ഇതിനിടയ്ക്ക് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഇറങ്ങാൻ നേരമായി. എയർപോർട്ടിൽ എത്തിയിട്ട് യാത്ര പറഞ്ഞിട്ടുള്ള സങ്കടം കാണാൻ വയ്യെന്ന് പറഞ്ഞ് ടാക്സി വിളിച്ച് തന്നെയാണ് കേട്ടോ പോകുന്നത്. കാരണം നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരണേ, അതിന് ചാച്ചനൊക്കെ അല്ല. നൈറ്റ് ആയതുകൊണ്ടാണ്. ഡേ ടൈം ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വാശി പിടിച്ച് കാറി കൂടെ കയറി പോയേനെ. അങ്ങനെ ചെറിയൊരു പ്രയർ ഒക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ചേക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അമ്മച്ചി പിന്നെ കൂളാണ്, പക്ഷേ അമ്മച്ചിക്ക് പോയി കഴിയുമ്പോഴാണ് സങ്കടം. അങ്ങനെ ഒരു മാസത്തെ വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ചാച്ചൻ തിരിച്ചു പോവാണ്. ഇനി എന്താണ് എങ്ങനെയാണ് ഞങ്ങൾ കാണുന്നതെന്നൊന്നും പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് വീണ്ടും കാണാം. ബൈ.